യുദ്ധഭൂമിയിലും ഭാരതത്തിന്റെ വിശ്വഗുരു പ്രഭാവം. ഇന്ത്യൻ കപ്പലുകൾക്ക് ഗ്രീൻ സിഗ്നൽ ലഭിച്ചത് ചർച്ചകൾ ഫലം കണ്ടതുകൊണ്ടെന്ന് ജയശങ്കർ. ഹോർമുസ് കടലിടുക്കിലൂടെ 2 ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾക്ക് കടന്നുപോകാൻ അനുമതി ലഭിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ടെഹ്റാനുമായി നേരിട്ടുള്ള ചർച്ചകളെ പ്രശംസിക്കുകയും ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനരാരംഭിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണിതെന്ന് പറയുകയും ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇറാൻ അടച്ചുപൂട്ടിയ ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെ ഭാരതത്തിന്റെ ഇന്ധന കപ്പലുകൾക്ക് സുരക്ഷിത പാത. ആഗോള വിപണിയെയും വൻ ശക്തികളെയും മുൾമുനയിൽ നിർത്തി ഇറാൻ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോഴും ഭാരതത്തോടുള്ള പ്രത്യേക പരിഗണനയും നയതന്ത്ര സൗഹൃദവും ഒരിക്കൽ കൂടി വെളിപ്പെട്ടിരിക്കുകയാണ്. 92,712 മെട്രിക് ടൺ LPGയുമായി വന്ന ശിവാലിക്, നന്ദാദേവി എന്നീ 2 ഇന്ത്യൻ ടാങ്കറുകൾക്ക് ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ഇറാൻ ഔദ്യോഗികമായി അനുമതി നൽകി. ഭാരതത്തിന്റെ നയതന്ത്ര ഇടപെടലുകൾ കൃത്യമായ ഫലം കണ്ടു എന്നായിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഇതിനോടുള്ള പ്രതികരണം.